ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന പോർഷൻസ് മക്കളെ ലൈവ് ക്ലാസ്സിൽ തുടർച്ചയാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടും പഠിച്ചു അല്ലേ. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡും എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും അല്ലേ. അതേമാതിരി പോസിറ്റീവ് ചാർജിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്ക് പോകും എന്ന് പറയാം. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അകത്തോട്ടാണ് വരിക. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ അല്ലേ. ഇതൊക്കെ ഞാൻ വരച്ച് പറഞ്ഞു തന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇനി അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു പേരുമാതിരി ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതായത് ഇലക്ട്രിക് ഡൈപോൾ. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? ഇതൊക്കെ കുറച്ച് ടേംസ് ആണ് കേട്ടോ. അതിന് ശേഷം 4-5 ടേംസ് ഇതിനൊപ്പത്തിനൊപ്പം ഞാൻ പറയും. അതിന് ശേഷം ഡെറിവേഷനിലേക്ക് വരാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് ഡൈപോൾ. ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഡൈ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട്. പോൾ എന്ന് പറഞ്ഞാൽ അറ്റങ്ങൾ അല്ലേ. അപ്പോൾ രണ്ട് അറ്റങ്ങളിൽ ഞാൻ ചാർജിനെ വെക്കുകയാണ്. എങ്ങനത്തെ ചാർജ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, റൈറ്റ്. എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് kept at a distance from each other, that is known as electric dipole. A pair of equal and opposite point charges, right, plus q and minus q, separated by a fixed distance is known as electric dipole. ഇത് അതിൻ്റെ സെൻറ്റർ ആണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലായാലും എല്ലായിടത്തും ഈ ഡിസ്റ്റൻസ് 2a എന്നെടുക്കുകയാണ്. എ എന്നല്ല 2a എന്നെടുക്കുകയാണ്. അത് എന്തിനാണെന്നുള്ളത് സൗകര്യാർത്ഥമാണ്. അത് നമ്മുടെ ഡെറിവേഷൻ്റെ ഭാഗം എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് 2a എന്നെടുത്തത് കേട്ടോ, റൈറ്റ്. ജസ്റ്റ് എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റഡ് ആണെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് പറയുന്നതാണെന്ത്? ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് പ്ലസ് ക്യൂ, ഇത് മൈനസ് ക്യൂ. പ്ലസ് ക്യൂവിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മൈനസിലേക്ക് വരികയാണ്. നമ്മൾ വരച്ചതാണ് ഇങ്ങനെ, റൈറ്റ്. ക്ലിയർ ആവുണ്ടല്ലോ. അതിൻ്റെ ഫിഗർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടെന്നും പറഞ്ഞു. ഇനി ഇലക്ട്രിക് ഡൈപോളിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം കൂടി ഇതിൻ്റെ കൂടെ വായിച്ചു പഠിക്കണം. അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്, റൈറ്റ്. റെപ്രസെൻറ്റേഷൻ പി വെക്റ്ററാണ് കേട്ടോ. അതുകൊണ്ടാണ് പീൻ്റെ മുകളിൽ നമ്മൾ ആരോ ഇട്ടിരിക്കുന്നത്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഇതൊരു ഫാക്ടറാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു നമ്പർ, അല്ലെങ്കിൽ നമ്മളൊരു ക്വാണ്ടിറ്റി എന്നൊക്കെ പറയില്ലേ, ഫ്രഷർ അങ്ങനെയൊക്കെ പഠിക്കുന്ന മാതിരി തന്നെ ഒരു പാരാമീറ്റർ പഠിക്കുന്നതാണ്, വിച്ച് ഈസ് റിലേറ്റഡ് ടു ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈതർ ചാർജസ്. എന്തുകൊണ്ട് ഈതർ ചാർജ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പ്ലസ് ക്യൂ ആണെങ്കിൽ ഒരെണ്ണം മൈനസ് ക്യൂ എന്നല്ലേ ഉള്ളൂ. സിമ്പിൾ മാത്രമല്ലേ ചേഞ്ച് ഉള്ളൂ. ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ. അതായത് ഒരു +2 മൈക്രോ കുളുമ്പും ഒരു -2 മൈക്രോ കുളുമ്പും ഇഫ് ദേ ആർ അറ്റ് എ ഡിസ്റ്റൻസ് 1 മീറ്റർ ഫ്രം ഈച്ച് അതർ, ദിസ് മേക്സ് എ ഡൈപോൾ അല്ലേ. ഒരേ വാല്യൂ ഉള്ള രണ്ട് ചാർജുകൾ. എന്ത് മാത്രം വ്യത്യാസമുള്ളൂ? അവരുടെ പോളാരിറ്റി മാത്രമേ വ്യത്യാസമുള്ളൂ, റൈറ്റ്. അപ്പോൾ അതൊരു ഡൈപോളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ചാർജിൻ്റെ വാല്യൂ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. എന്താ നമ്മൾ എടുത്തിരുന്നത്? 2a എന്നല്ല എടുത്തിരുന്നത്, പ്ലസ് ക്യൂ മൈനസ് ക്യൂ. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് എനി ചാർജ് അല്ലേ, പ്ലസ് ആവാം മൈനസ് ആവാം, റൈറ്റ്, ഇൻറ്റു distance between the charges, that is known as electric dipole moment. Representation is P. യൂണിറ്റ് പറഞ്ഞു നോക്കിയേ. ചാർജിൻ്റെ യൂണിറ്റ് കുളൂംബാണ്. 2a എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്, അപ്പോൾ മീറ്റർ ആണ്. സോ യൂണിറ്റ് ഇസ് കുളൂംബ് മീറ്റർ, റൈറ്റ്. കുളൂംബ് മീറ്റർ. ക്ലിയർ ആവുണ്ടല്ലോ. ഇനി ഒരു ചെറിയ കാര്യം ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ കേസിൽ മാത്രം. പിന്നെ ഒരു കാര്യം കൂടി, 2 പോയിന്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ നെറ്റ് ചാർജ് ഓഫ് എ ഡൈപോൾ, എന്താ വരിക? ഒരെണ്ണം പ്ലസ് ക്യൂ, വേറൊരു മൈനസ് ക്യൂ. ദേ ആർ അറ്റ് എ ഡിസ്റ്റൻസ് 2a. അപ്പോൾ ഇവരുടെ മൊത്തം ചാർജ് എന്താണ് വരിക? പ്ലസ് ക്യൂ പ്ലസ് മൈനസ് ക്യൂ എത്രയാണ്? 0. സോ ടോട്ടൽ ചാർജ് ഓഫ് എ ഡൈപോൾ ഈസ് 0. ഇനി ഡൈപോൾ മൊമെൻറ്റിന് റിലേറ്റ് ആയിട്ട് വയ്ക്കേണ്ട കാര്യം, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ പ്ലസ്സിന്ന് മൈനസിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നതെന്ന് പറഞ്ഞു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് മൈനസിന്ന് പ്ലസ്സിലേക്കാണ്. ഇതൊക്കെ നിയമങ്ങളാണ് കേട്ടോ. ദിസ് ഇസ് എ ലോ വിച്ച് യു ഹാവ് ടു ലേൺ, right? Electric field is from higher potential to lower potential, or I can say plus to minus, whereas dipole moment is from minus to plus,
കേട്ടോ. റെക്കോർഡഡ് ആയ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം കേട്ടോ. ക്ലിയർ ആവുണ്ടെന്ന് ഇരിക്കണേ. അപ്പോൾ എന്തൊക്കെ മനസ്സിലാക്കിയെന്ന് ഇരിക്കണേ? റൈറ്റ്. അപ്പോൾ ഡൈപോൾ എന്താണ്? ഒരു പ്ലസ് ചാർജും ഒരു മൈനസ് ചാർജും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിനെ പറയുന്നതാണ് ഡൈപോൾ. റൈറ്റ്. ഈ ഡൈപോളിൻ്റെ മൊത്തം ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 0, ബിക്കോസ് പ്ലസ് ക്യൂ പ്ലസ് മൈനസ് ക്യൂ ഇസ് 0. ഇതിന് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുന്ന ഒരു ടേമാണ് ഡൈപോൾ മൊമെൻറ്റ്. എനി വൺ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ഇൻ ദ കേസ് ഓഫ് എ ഡൈപോൾ, ദാറ്റ് ഈസ് നോൺ ആസ് ഡൈപോൾ മൊമെൻറ്റ്. ആൻഡ് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഫ്രം മൈനസ് ടു പ്ലസ് ഡിറക്ഷനാണ്. ഡൈപോൾ മൊമെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് കുളൂംബ് മീറ്ററാണ്. കിട്ടിയല്ലോ? റൈറ്റ്. സാധാരണ ഈ ഡൈപോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കും കേട്ടോ. അതിനാണ് ഷോർട്ട് ഡൈപോൾ എന്ന് പറയാം. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, എന്നാലും കേട്ടാ. ഷോർട്ട് ഡൈപോൾ എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ഡൈപോൾ, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ് ഈസ് വെരി വെരി സ്മോൾ. ഇത് ചെറുതാണ്. ക്ലിയർ? ഇതിനാണ് ഷോർട്ട് ഡൈപോൾ എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ടേംസ്. ഇനി ഒരു ടോപ്പിക്കാണ് കേട്ടോ, അതായത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അതായത് എങ്ങനെയൊക്കെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കാം. ഒന്നെങ്കിൽ ഡിസ്ക്രീറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ നോക്കി, എൻ്റെ കയ്യിൽ ഒരു മിഠായി പാക്കറ്റ് ഉണ്ടെന്ന് എനിക്ക്, ഇത് 10 രൂപേൻ്റെ മിഠായികളുള്ളത്, ഇത് 15 രൂപേൻ്റെ, ഇത് 20 രൂപേൻ്റെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് പാക്കറ്റുകൾ കാണാൻ പറ്റും. ഇത് ഡിസ്ക്രീറ്റാണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ റെയിൻബോ എടുത്തു എന്ന് വിചാരിക്കുക, വിബ്ജിയോർ അല്ലേ, വിബ്ജിയോർ ഞാൻ നോക്കിയേ വയലറ്റിൽ നിന്ന് ഇൻഡിഗോയിലേക്ക് പോകുമ്പോൾ എനിക്കത് കാണില്ല, മീൻസ് സെപ്പറേറ്റ് ആയിട്ട് കാണില്ല. ഒന്ന് ഗ്രാജുവലായിട്ടാണ് വയലറ്റിൽ നിന്ന് ഇൻഡിഗോയിലേക്ക് പോകണമായിട്ട് നിങ്ങൾക്ക് തോന്നുക, അല്ലെങ്കിൽ ബ്ലൂവിലേക്ക് പോകണത്, അല്ലെങ്കിൽ ബ്ലൂവിൽ നിന്ന് ഗ്രീനിലേക്ക് പോകണം അല്ലേ. അതങ്ങനെ പോകുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് എ കണ്ടിന്യൂസ് സെക്ഷൻ. ഇതിനെയാണ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സെപ്പറേഷൻ കാണാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. റൈറ്റ്. കണ്ടിന്യൂസ് ഫ്ലോ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. റൈറ്റ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടിരിക്കുകയാണ് ചാർജ് എങ്കിൽ എങ്ങനെയൊക്കെ ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 3 വാക്കുകൾ, 3 ടേംസ് റിലേറ്റഡ് ടു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് ലീനിയർ ചാർജ് ഡെൻസിറ്റി, അതിൻ്റെ സിമ്പൽ ലാംഡ, സർഫസ് ചാർജ് ഡെൻസിറ്റി, അതിൻ്റെ സിമ്പിൾ സിഗ്മ. തേർഡ് ഈസ് വോള്യൂം ചാർജ് ഡെൻസിറ്റി, അതാണ് റോ. ഇതൊക്കെ 3 ടേംസാണ്. അതായത് ഒരു വസ്തുവിൽ എങ്ങനെയാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 3 വാക്കുകൾ അല്ലെങ്കിൽ 3 ടേംസാണ് ഇത് കേട്ടോ. ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്, ഇത് മനസ്സിലാക്കേണ്ടതാണ്. റൈറ്റ്. സോ വാട്ട് ഡു യു മീൻ ബൈ ലീനിയർ ചാർജ് ഡെൻസിറ്റി? അപ്പോൾ ആദ്യം അതാണ് ഞാൻ സംസാരിക്കാൻ പോണത്. ലീനിയർ ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ ലാംഡ. ലീനിയർ ചാർജ് ഡെൻസിറ്റി is defined as charge per unit length. അതായത് ഇത്രയും നീളമുള്ള റോഡ് എടുത്തു വിചാരിക്കുക, അതിൻ്റെ നീളം എല്ലാന്ന് വിചാരിക്കുക കേട്ടോ. അതിൻ്റെ മൊത്തം ചാർജ് ക്യൂ ആണെങ്കിൽ നിങ്ങളോട് ചോദിക്കുക ഈ ഒരു യൂണിറ്റിൻ്റെ ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യുക. അതുകൊണ്ട് നോക്കിയേ, എൽ ലെങ്ത്തിന് മൊത്തം ചാർജ് ക്യൂ. അപ്പോൾ ഒരു യൂണിറ്റ് ലെങ്ത്തിന് എന്തായിരിക്കും ചാർജ് പെർ യൂണിറ്റ്, ഇങ്ങനല്ലേ, ക്യൂ ബൈ എൽ. അപ്പോൾ ഈ പറയണതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ലീനിയർ ചാർജ് ഡെൻസിറ്റി. നിങ്ങൾക്കിത് മനസ്സിലാവില്ലെങ്കിൽ നോക്കിയേ, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി ഇത്ര ഏരിയയിൽ എത്ര ജനസംഖ്യയുണ്ട് അല്ലേ, അതേമാതിരി ഇത്ര കുഞ്ഞ ലെങ്ത്തിൽ എത്ര ചാർജ് ഉണ്ട്, അതിനെ പറയണതാണ് എന്ത്, ലീനിയർ ചാർജ് ഡെൻസിറ്റി. റൈറ്റ്. എമൗണ്ട് ഓഫ് ചാർജ് പ്രസൻറ്റ് പെർ യൂണിറ്റ് ലെങ്ത്. റൈറ്റ്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഇസ് നോൺ ആസ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ, ലാംഡ. ലെങ്ത് അല്ലേ, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. സോറി, ഞാൻ ലാംഡ എന്ന് അവിടെ എഴുതിയല്ലേ, എല്ലിട്ടാ അല്ലേ. അപ്പോൾ കൂളൂം പെർ മീറ്റർ.
അല്ലേ? ഇനി ഇത് യൂണിറ്റ് ആണേ. അപ്പോൾ ഇതേമാതിരി ഞാൻ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി പറയാണ്. ഇപ്പോൾ നോക്കിയേ, മൊത്തം ചാർജ് ക്യൂ ഉണ്ടാവണമെന്നില്ല അല്ലേ? കുറച്ച് ചാർജേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചാർജ് ലെങ്ത്തും വളരെ ചെറുത് അല്ലേ? അതിൽ ചാർജ് ഇത്രയേ ഉള്ളൂ, ഡി ക്യൂ. ലെങ്ത് ഡി എൽ ആണെങ്കിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കും? ഡി ക്യൂ ബൈ ടി എൽ. സോ ലാംഡ ഈസ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ക്ലിയർ ആവണ്ട? ഇതാണ് ഫസ്റ്റ് പാരാമീറ്റർ. ഒരു ടേം പഠിക്കുകയാണ് നമ്മൾ, കേട്ടല്ലോ. അതേമാതിരി രണ്ടാമത് പഠിക്കുന്ന ടേമാണെന്ത്? സർഫസ് ചാർജ് ഡെൻസിറ്റി അല്ലേ? സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ സിമ്പിൾ എന്താണ് പറഞ്ഞിരുന്നത്? സിഗ്മ. സിഗ്മ ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, എത്ര സർഫസിൽ അല്ലേ, ഇത്രയും സർഫസ്, സപ്പോസ് എസ് ആണ് സർഫസ് ഏരിയ, അതിൻ്റെ മൊത്തം ചാർജ് ക്യൂ ആണെങ്കിൽ ഒരു കുഞ്ഞ് സർഫസിൻ്റെ ചാർജ് എങ്ങനെ അറിയാം? amount of charge per unit area അല്ലേ? amount of charge per unit surface area. ഇനി ചെറിയ ചാർജ് ചെറിയ സർഫസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഡി ക്യൂ ബൈ ടി എസ്. യൂണിറ്റ് എന്ന് പറഞ്ഞേ, ക്യൂവിൻ്റെ യൂണിറ്റ് കുളും, സർഫസ് ഏരിയൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ദിസ് ഈസ് ദ യൂണിറ്റ്. സോ ദിസ് ഈസ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അങ്ങനെയാണെങ്കിൽ വോളിയം ചാർജ് ഡെൻസിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എന്താണ് വോളിയം ചാർജ് ഡെൻസിറ്റിൻ്റെ സിമ്പിൾ? റോ. റൈറ്റ്, that is equal to amount of charge അല്ലേ? ചാർജ് പെർ യൂണിറ്റ് വോള്യം. അതായത് ഒന്നെങ്കിൽ ഡി ക്യൂ ബൈ ഡി വി അല്ലെങ്കിൽ ക്യൂ ബൈ വി. സിമ്പിൾ അല്ലേ? 3 ടേമുകൾ ബൈ ഹാർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ കുറച്ച് ഡെറിവേഷൻ ഭാഗങ്ങൾ വരുന്നുണ്ടല്ലോ, അവിടെ യൂസ് ചെയ്യാം. ക്ലിയർ? ഇനി നമ്മൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇത് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. എന്താ ഇലക്ട്രിക് ഡൈപോൾ എന്ന് ഓർമ്മയുണ്ടോ? ഒരു പോസിറ്റീവ് ചാർജും അതേ മാഗ്നിറ്റ്യൂഡുള്ള വേറൊരു നെഗറ്റീവ് ചാർജും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണെങ്കിൽ ദിസ് ഇസ് നോൺ ആസ് എ ഡൈപോൾ. റൈറ്റ്? ഇനി നമ്മൾ 2 ഡെറിവേഷൻസ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ പഠിക്കാൻ പോണത്. ദറ്റ് ഈസ് എന്തിൻ്റെയാ? വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. ഒരു ഡൈപോൾ കാരണം ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാവാൻ പോണ ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഒരു പോയിന്റ് വെറുതെ വിട്ടുപോയിട്ടോ. അതായത് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സൂപ്പർ പൊസിഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? അതേമാതിരി സൂപ്പർ പൊസിഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഐ എം എക്സ്ട്രീംലി സോറി. സൂപ്പർ പൊസിഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മൾ ഓർമ്മ ഉണ്ടാവും, നേരത്തെ പറഞ്ഞത് ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിൻ്റെ മുകളിൽ മൾട്ടിപ്പിൾ ചാർജസ് ഓഫ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ total force experienced by this charge is equal to sum of forces, vector sum അല്ലേ? അതേമാതിരി ഈ ഒരു പോയിൻ്റ് പി, ഈ പോയിൻ്റ് പി മൾട്ടിപ്പിൾ ചാർജിൻ്റെ പ്രസൻസിലാണ് ഇരിക്കുന്നത് വിചാരിക്കുക, Q1, Q2, Q3, Q4. അപ്പോൾ ഈ Q1ൻ്റെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, Q2ൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെ മൾട്ടിപ്പിൾ ചാർജസിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലാണ് ആരിയിരിക്കണത്? പി ഇരിക്കണം. പണം ശരിയായില്ലെങ്കിലും ഉദ്ദേശിച്ചത് ഇങ്ങനെയാട്ടോ. റൈറ്റ്? സോ മൾട്ടിപ്പിൾ ഫീൽഡിൻ്റെ പ്രസൻസിലാണ് പി ഇരിക്കുന്നതെങ്കിൽ ആ പിയിൽ ഉണ്ടാകാൻ പോണ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? E at P will be equal to sum of electric field due to first charge plus sum of electric field of second charge, sum of field of third charge, sum the electric field of fourth charge. അങ്ങനെ n ചാർജസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ക്ലിയർ ആയോ? റൈറ്റ്? ഇത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ബട്ട് ഇത് ഓൺ ഫാക്റ്റാണ്. സെയിം ആസ് ദാറ്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ എന്താണോ കൺസെപ്റ്റ് അത് തന്നെ ഇലക്ട്രിക് ഫീൽഡിലും ഉണ്ട്. ഇനി ഇത് വെച്ചിട്ട് വേണ്ട നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. സോറി, എന്താണ് നമ്മൾ സംസാരിച്ചിരുന്നത്? ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ് കേട്ടോ. റൈറ്റ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എനി പോയിൻറ്റ് എന്താണെന്ന് ഞാൻ ഇലോബറേറ്റ് ചെയ്യാം, അതിന് ശേഷം അതിലേക്ക് ഇറങ്ങിയാൽ മതി. ഇപ്പോൾ ഇത് മൈനസ് ചാർജ്, ഇത് പ്ലസ് ചാർജ്. ഇപ്പോൾ ഒരു ഡൈപോൾ ആയല്ലോ അത്, അല്ലേ? അപ്പോൾ നമുക്ക് സിലബസിൽ +2ൻ്റെ സിലബസിൽ നീറ്റിൽ ഞാനൊരു ജനറൽ ഇക്വേഷൻ തരാം. റൈറ്റ്? അതല്ല, സ്കൂൾ സിലബസിൽ അല്ലെങ്കിൽ ബോർഡിൻ്റെ സിലബസിൽ 2 ഡെറിവേഷനാണ് ഉള്ളത്. അതായത് നോക്കിയേ, ഇതൊരു ഡൈപോളാണ് അല്ലേ? 2 ചാർജുകളുണ്ട്. അപ്പോൾ ഞാനൊരു 2 പോയിൻ്റ്, ഈ പോയിൻ്റിൽ പി,
ഈ പി എന്ന പോയിന്റ് നിൽക്കുന്ന ഈ ലൈനിനെ ഞാൻ എന്താ പറയുക, ഇതിനെയാണ് ആക്സിസ് എന്ന് പറയുക അല്ലേ. ഇത് ആക്സിസ് ആണ്, ഇതിന് നടുക്ക് കൂടെ പോണത്. സോ ദിസ് ലൈൻ ഈസ് കോൾഡ് ആക്സിയൽ ലൈൻ, റൈറ്റ്. എന്നാൽ ഞാൻ ഈ രണ്ട് ചാർജിൻ്റെ ഒത്ത നടുക്ക് കൂടെ ഈ വരയ്ക്കണ വരയില്ലേ, ഇതും ആവാം ഇതൊക്കെ ആവാം കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയാണ് നടുക്കത്തെ ലൈൻ വരയ്ക്കണത്. ദിസ് ലൈൻ ഈസ് കോൾഡ് ഇക്വിറ്റോറിയൽ ലൈൻ. ആദ്യം ഇത് രണ്ടും പഠിക്കുക. ഇത് ആക്സിയലാണ് അല്ലേ, ഇത് ആക്സിയലാണ്, ഇത് ഇക്വിറ്റോറിയലാണ്. എളുപ്പമല്ലേ, റൈറ്റ്. ദിസ് ഈസ് ഇക്വിറ്റോറിയൽ, ദിസ് ഈസ് ആക്സിയൽ, റൈറ്റ്. അപ്പോൾ ഈ പി എന്ന പോയിന്റ് ഒന്നെങ്കിൽ ആക്സിയൽ ഇരിക്കാം, അല്ലെങ്കിൽ പി എന്ന പോയിന്റ് ഇക്വിറ്റോറിയലിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പി, ഇപ്പോൾ ഞാൻ ആക്സിയലിൻ്റെ കാര്യം മാത്രം പറയുകയാണെന്ന് വെച്ചാൽ, ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഈ ക്യൂ പ്ലസ് ക്യൂ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലും ഇരിക്കുന്നുണ്ട്, മൈനസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലും ഇരിക്കുന്നുണ്ട്, റൈറ്റ്. പി ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് ബോത്ത് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ. സോ പിയിൽ പോയിന്റിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വെക്കുകയാണെങ്കിൽ, ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജ് ഈ പ്ലസ് ക്യൂ കാരണവും ഈ മൈനസ് ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് അനുഭവിക്കും, റൈറ്റ്. സോ ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി വിൽ ബി സം ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സ് ഡ്യൂ ടു മൈനസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ. ഇത് രണ്ടും മനസ്സിലാക്കണം കേട്ടോ. അതേമാതിരി പോയിന്റ് പി ഇതല്ല, ഇവിടെയാണെന്ന് വിചാരിച്ചു. ഈ പോയിന്റ് പിയും എന്താ ചെയ്യുക, ഇസ് ഇൻ ദ പ്രസൻസ് ഓഫ് ബോത്ത് ദിസ് ടു ചാർജസ് അല്ലേ. അപ്പോൾ പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ ചാർജും ഈ ചാർജിൻ്റെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ സമ്മായിരിക്കും, വെക്റ്റർ സം കേട്ടോ, റൈറ്റ്. ഇതാദ്യം മനസ്സിലാക്കുക. അങ്ങനെ നമ്മളിനി ഫസ്റ്റ് ഡെറിവേഷനിലേക്ക് പോവാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓൺ axial line of an electric dipole, right. ഒരു ഇലക്ട്രിക് ഡൈപോൾ കാരണം അതിൻ്റെ ആക്സിയൽ ലൈനിൽ വരാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, ഇത് എ എന്നും ഇതൊരു ബി എന്ന പൊസിഷനാണെന്ന് വിചാരിക്കാം. എയിലിരിക്കുന്ന ചാർജ് മൈനസ് ക്യൂ ആണ്, ബിയിലിരിക്കുന്ന ചാർജ് പ്ലസ് ക്യൂ ആണ്. ഇപ്പോൾ ഇതൊരു ഡൈപോളാണ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a. ഇവരുടെ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതാണ് ആക്സിയൽ ലൈൻ. ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്, പോയിന്റ് പി. ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ഡ്യൂ ടു ദിസ് ചാർജ് ആസ് വെൽ ആസ് ദിസ് ചാർജ്, റൈറ്റ്. പി മാഞ്ഞു പോയാ, റൈറ്റ്. ക്ലിയർ ആയാ? ഓക്കെ. ഇത് 2a. എന്തുകൊണ്ടാണ് ഞാൻ 2a എടുത്തതെന്ന് ഇപ്പം മനസ്സിലാവും. ഇത് എയും ഇത് എയും ആക്കിയിട്ട് വിഭജിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് നോക്കിയേ, ഇത് മൊത്തം നീളം എ ആയിരുന്നുവെങ്കിൽ ഇതിനെ a/2 എന്നും a/2 എന്നും എടുത്തിട്ട് കഷ്ടപ്പെടും കാൽക്കുലേഷൻ ചെയ്യാൻ. അപ്പോൾ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി മാത്രമാണ് വി ആർ ഗോയിങ് ടു അസ്യൂം ഓർ വി ആർ ടേക്കിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡൈപോൾ ആസ് 2a. പഠിക്കുമ്പോൾ ഡൈപോൾ മൊമെൻ്റ് എന്തെന്ന് പഠിക്കേണ്ടത്, പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. അങ്ങനെ പഠിക്കായിരിക്കും നല്ലത് കേട്ടോ. അല്ലാണ്ട് പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a എന്ന് പഠിക്കണ്ട. പി ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് എന്ന് പഠിക്കുക കേട്ടല്ലോ. ഓക്കെ. ഇനി സപ്പോസ് ഇത് ഓ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ കേട്ടോ. സെൻറ്റർ ഓഫ് ദ ഡൈപോളിൽ നിന്ന് ഈ പോയിൻ്റ് r ഡിസ്റ്റൻസിലാണെന്ന് വിചാരിക്കുക. ക്ലിയർ? കുഴപ്പമില്ലല്ലോ, റൈറ്റ്. ഇനി അങ്ങനെയാണെങ്കിൽ പി ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്, പറയണ ശ്രദ്ധിക്കണേ, പി ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് വാട്ട്, സോറി, എത്ര ഡിസ്റ്റൻസ് ആണ് ഇത്? പോസ് ചെയ്തിട്ട് അവനാണ് കണ്ടുപിടിക്കാൻ പറ്റണം കേട്ടോ. എത്ര വരിക, ഇവിടം തൊട്ട് ഇവിടം വരെ 6, പിന്നെ ഇവിടം തൊട്ട് ഇവിടം വരെ a ആണ്. അപ്പോൾ ഇതെന്താ, r+a അല്ലേ, റൈറ്റ്. അതേമാതിരി ഈ ഡിസ്റ്റൻസ് എത്ര വരിക, ഓക്കെ, ഇവിടം തൊട്ട് ഇവിടം വരെ 6, ഇവിടം തൊട്ട് ഇവിടം വരെ a. അപ്പോൾ ഇതെന്താ വരിക, r-a. ക്ലിയറായ? ഫിഗറൊക്കെ ക്ലിയറായി മനസ്സിലായാലേ കാര്യമുള്ളൂ കേട്ടോ, റൈറ്റ്. ഫിഗർ കഴിഞ്ഞു. ഇനി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഈസ് ഡ്യൂ ടു ദിസ് ചാർജ് ആസ് വെൽ ആസ് ദിസ് ചാർജ് അല്ലേ. അപ്പോൾ സപ്പോസ് E1 ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു മൈനസ് ക്യൂ, റൈറ്റ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി, ഓക്കെ, അറ്റ് പി, റൈറ്റ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ, ഈ ചാർജ് കാരണം കേട്ടോ.
ഓക്കെ, ഈ ചാർജ് കാരണം പിയിലുണ്ടാകാൻ പോണ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കും അത് നോക്കിയേ. ഇത് മൈനസ് ചാർജാണ്. മൈനസ് ചാർജിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്താ ചെയ്യേണ്ടത്? വരണം. അപ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ പിന്ന് എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്തിട്ടുണ്ടാവേണ്ടത്? ഇതിങ്ങനെ ആയിരിക്കണം അല്ലേ? ഞാൻ വേറെ കളർ എടുക്കാം കേട്ടോ. സോ ദിസ് ഷുഡ് ബി ദ ഡിറക്ഷൻ. വിച്ച് വൺ? ദിസ് ഇസ് E1. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ്? പ്ലസ് ചാർജിലെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിലേക്കാണ് പോവുക, മൈനസ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിലേക്കാണ് പോവുക. ഇനി അതേമാതിരി ഇത് പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് പോകേണ്ടത്? ഇങ്ങനെ പോകണം അല്ലേ? സോ ഇങ്ങനെയായിരിക്കും പിൻ്റെ കാഴ്ചപ്പാടിൽ പോകുമ്പോൾ ഇങ്ങനെ പോകണ മാതിരി തോന്നും. ദാറ്റ് ഈസ് E2. E2 ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു വാട്ട്? പ്ലസ് Q. E2 ഈസ് ഡ്യൂ ടു പ്ലസ് Q. ക്ലിയർ ആവണ്ട? ഡയറക്ഷൻ മനസ്സിലായ? അപ്പോൾ E1 ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ വേണ്ടൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? മോഡുലസ് എന്ന് എഴുതും. മാഗ്നിറ്റ്യൂഡ് മാത്രമേ വേണ്ടുവെങ്കിൽ മോഡുലസ് എന്ന് എഴുതും. E1 ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2. ഇത് അല്ലേ? Q1 Q2 ആണോ? അല്ല, ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ചാർജ് മാത്രമേ, ഇയാളുടെ ചാർജ് അല്ലേ, ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദിസ് ചാർജ് at this point is equal to 1/4πε0 ചാർജ് അല്ലേ? മാഗ്നിറ്റ്യൂഡ് മാത്രമല്ലേ, അപ്പം മൈനസും പ്ലസ് എഴുതണം? വേണ്ട, അപ്പോൾ ഈ മൈനസ് ഞാൻ എഴുതുന്നില്ല. മാഗ്നിറ്റ്യൂഡ് മാത്രമല്ലേ എഴുതുന്നുള്ളൂ. Q ഡിവൈഡഡ് ബൈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്ര എഴുതിക്കണേ? R+a² അല്ലേ? E2 എന്താ വരിക? ഓക്കെ, ഈ ചാർജ് കാരണമുള്ളല്ലേ ഇവിടേക്ക്, റൈറ്റ്? ഈ ഡിസ്റ്റൻസ് എത്ര എഴുതിക്കണേ? R-a. എന്താ? 1/4πε0. ഇതിൻ്റെയും ചാർജ് Q, ഡിനോമിനേറ്റർ R-a². ക്ലിയർ ആവുന്നത് വിചാരിക്കുന്നത്, റൈറ്റ്? ഇനി ശ്രദ്ധിക്കുക, രണ്ട് ഇക്വേഷൻ കിട്ടിയേ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ എഴുതാം. നോക്കിയേ, ഇനി ഫിഗറിലേക്ക് ഒന്ന് നോക്കിയേ. പി എന്ന പോയിന്റിൽ E1 ഇങ്ങോട്ടും E2 ഇങ്ങോട്ടുമാണ് അല്ലേ? അപ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി എന്ന് പറയുന്നത് എന്താ? ഡിഫറൻസ് ആയിരിക്കും അല്ലേ? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഡിഫറൻസ് ഓഫ് E1 ആൻഡ് E2. ഈ ഡിഫറൻസ് എഴുതുമ്പോഴാണ് പ്രശ്നം വരേണ്ടത്. E1 മൈനസ് E2 എന്ന് എഴുതണോ, E2 മൈനസ് E1? ആരാണ് വലുത്? വലുതെന്നല്ലേ ചെറുത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷനിലേക്ക് കണ്ണോടിക്കുക. ഡിനോമിനേറ്റർ എത്രത്തോളം ചെറുതാവണോ അത്രത്തോളം നമ്പർ വലുതാവും, അതറിയാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇവിടെ E2 എന്ന് പറയുന്നതിൻ്റെ ഡിനോമിനേറ്റർ ഭാഗം ചെറുതാണ്. സോ E2 ഈസ് ഗ്രേറ്റർ ദാൻ E1. അർത്ഥം മനസ്സിലാവുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഡിനോമിനേറ്റർ ലെസ്, റൈറ്റ്? ഇനി അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെന്ന് എഴുതാം? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡിഫറൻസ് ആണെന്നറിയാം അല്ലേ? E2 മൈനസ് E1, റൈറ്റ്? ക്ലിയർ ആവണ്ട? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇക്വേഷൻസ്. ഓക്കെ, എന്നതാ? EP അല്ലെങ്കിൽ E ഇസ് ഈക്വൽ ടു എന്നതാ? E2ൻ്റെ പകരം എന്ത് ചെയ്തിട്ടുണ്ട്? 1/4πε0, റൈറ്റ്? Q ഡിവൈഡഡ് ബൈ R-a² മൈനസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ R+a² അല്ലേ? അപ്പോൾ ഇത് രണ്ടിലും 1/4πε0ഉം Q സെയിം അല്ലേ? അപ്പോൾ Q ഡിവൈഡഡ് ബൈ 4πε0 കോമൺ ആയിട്ട് എടുക്കുക. 1/R-a² മൈനസ് 1/R+a², റൈറ്റ്? ഇനി ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യണതാണ് കേട്ടോ മാത്സ്. Q ഡിവൈഡഡ് ബൈ 4πε0 R+a² മൈനസ് R-a² divided by R-a² into R+a² അല്ലേ? ഈ ന്യൂമറേറ്റർ അറേഞ്ച് ചെയ്യാൻ നോക്കട്ടെ. Q ഡിവൈഡഡ് ബൈ 4πε0 ഇതെന്താ? a+b² അല്ലേ? a² + b² + 2ab മൈനസ് a² + b² മൈനസ് 2ab. ഡിനോമിനേറ്ററിലത് എന്ത് ഫോമാണോ? നോക്കിയേ, ഇതിന് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? R - a ഇൻറ്റു R+a²
ഹോൾ സ്ക്വയർ അതന്നല്ലേ സാധനം, റൈറ്റ്. അപ്പോൾ നോക്കിയേ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4πε0. ന്യൂമറേറ്ററിൽ നോക്കിയേ ആർ സ്ക്വയർഡും ഈ ആർ സ്ക്വയർഡും കട്ടാവും, എ സ്ക്വയർഡും ഈ എ സ്ക്വയർഡും കട്ടാവും, പിന്നെ 2RA മൈനസ് മൈനസ് അല്ലേ, ഈ മൈനസ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്ലസ് ആയില്ലേ. സോ 4RA ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്താടോ എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് അല്ലേ. അപ്പോൾ എനിക്ക് എന്താ എഴുതാം ആർ സ്ക്വയർഡ് മൈനസ് എ സ്ക്വയർഡ്, ഇതിൻ്റെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് സ്ക്വയർ, റൈറ്റ്. അപ്പോൾ നോക്കിയേ ഇനി എന്താ നോക്കുക, ഇതിലൂടെ നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഡെറിവേഷൻ കഴിഞ്ഞതാണ് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് റീഅറേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. ഈ 4RAനെ ഞാൻ ചന്തത്തിന് വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ എഴുതുന്ന ശ്രദ്ധിക്കണേ. 4πε0 2A ഇൻറ്റു 2R ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ഞാൻ എഴുത്, റൈറ്റ്. ദിസ് ഇസ് യുവർ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി, റൈറ്റ്. ആക്സിയൽ ലൈനിലുള്ളത് കേട്ടോ, ആക്സിയൽ. നോക്കിയേ ഈ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ഇൻ ദ കേസ് ഓഫ് ഡൈപോൾ അല്ലേ, അതല്ലേ നമ്മൾ ഡൈപോൾ മൊമെൻ്റ് എന്ന് പഠിച്ചിട്ടുള്ള. ഡൈപോൾ മൊമെൻ്റ് ഇസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് അല്ലേ. അപ്പോൾ എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് at P, that is along axial line of a dipole, is equal to Q into 2A ന് പകരം ഞാൻ എഴുതി P, റൈറ്റ്. മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല എടുക്കുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ എഴുതണം ഇങ്ങനെ. ഇൻറ്റു 2R, റൈറ്റ്, ഡിവൈഡഡ് ബൈ 4πε0 R square minus A square whole square. This is the general formula of electric field along axial of an electric dipole. ഇനി ഒരു കേസും കൂടി ആയിക്കഴിഞ്ഞാൽ ഈ ഡെറിവേഷൻ മൊത്തത്തിൽ കഴിഞ്ഞു. ആക്സിയലിൻ്റെ മാത്രം കേട്ടോ. അതായത് ഷോർട്ട് ഡൈപോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഓർമ്മണ്ട. എന്താ ഷോർട്ട് ഡൈപോൾ? ഡൈപോള് വളരെ ചെറുതാണ്. അതായത് ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ എ അല്ലെങ്കിൽ 2A എന്ന് പറയുന്നത്, അത് വളരെ സ്മോൾ. This 2A is very very small when compared to R. എന്തായിരുന്നു R? അതായത് ഇതാണ് ഡൈപോൾ, നമ്മുടെ -Q + Q. ഈ പോയിൻ്റ് ഉണ്ടല്ലോ ഇത് വളരെ ദൂരെയാണ് when compared to the dipole. ഡൈപോൾ വേണമെങ്കിൽ ചെറുതായിട്ട് ഒന്നും കൂടി വരയ്ക്കാം. ഇത്രയും അടുത്തിട്ടാണ് ഇത് +Q, റൈറ്റ്. അപ്പോൾ ഈ 2A is very small when compared to the R, which is the distance from the center of the dipole to the point. ഈ ഡിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഈ ഇക്വേഷനിലെ എനെ ഈക്വലൻ്റ് ടു 0 ആയിട്ട് അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. അപ്പോൾ മുകളിലത്തെ ഇക്വേഷൻ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ എന്താവും അറിയോ, ചെറുതാക്കട്ടെ കേട്ടോ, റൈറ്റ്. ദിസ് ഇക്വേഷൻ ബിക്കംസ് EP, ദാറ്റ് ഈസ് ആക്സിയൽ electric field, is equal to P into 2R divided by 4πε0 R squared minus 0 square. അപ്പോൾ ഈ 0 എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഡിനോമിനേറ്ററിൽ R square raised to square, so sorry guys, റൈറ്റ്. അപ്പോൾ R square raised to square എന്ന് പറഞ്ഞാൽ എന്താ, R raised to 4. അപ്പോൾ എനിക്കൊരു ആറും ഇതിലത്തെ ഒരാളെയും കളഞ്ഞു കഴിഞ്ഞാൽ എന്താവും, 2 ഡിവൈഡഡ് ബൈ R cube. This is the general formula for axial line electric field of a short dipole. പ്രോബ്ലംസിൽ നമ്മൾ കൂടുതൽ ഇതാണ് യൂസ് ചെയ്യാറ് കേട്ടോ. ഗൈസ് എന്താ മിക്ക സമയത്തും ഡൈപോൾ ഷോർട്ടായിരിക്കും, റൈറ്റ്. ക്ലിയർ ആവുണ്ടോ? അങ്ങനെ ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ വാല്യൂ കണ്ടുപിടിച്ചില്ലേ, അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ആരാണോ വലുത് അയാളുടെ ഡയറക്ഷനിലായിരിക്കും. E2 അല്ലേ വലുത്, അപ്പോൾ ഈ ഡയറക്ഷനിലേക്കാണ് നമ്മുടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വരിക. E2 - E1 അല്ലേ, ഈ ഡയറക്ഷനിലേക്കാണ് കേട്ടോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വരിക, റൈറ്റ്. ദാറ്റ് ഈസ് EP. ക്ലിയർ ആണല്ലോ, റൈറ്റ്. ആ EPൻ്റെ എന്താണ്, ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അല്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/R ക്യൂബ് എന്ന് കിടക്കുന്നുണ്ട് അല്ലേ, ഡിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ, റൈറ്റ്. ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ക്യൂബ്. ഇത് മനസ്സിൽ വെച്ചാൽ മതി, നമുക്ക് പിന്നെ ആവശ്യം വരും. ക്ലിയർ, റൈറ്റ്. ഇതൊന്ന് ചെറുതായി കേട്ട് നോക്കുക. ഇതിൻ്റെ നോട്ട്സ് വേണം. ഇതിൻ്റെ ഡെറിവേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ബോർഡ് എക്സാമിന്. ഓക്കെ.